70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടമാണ് മികച്ച ചിത്രം. മികച്ച തിരക്കഥ, മികച്ച ചിത്രസംയോജനം എന്നീ വിഭാഗങ്ങളിലും ആട്ടം പുരസ്കാരം നേടി. സൗദി വെള്ളയ്ക്കയാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ. മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും മാനസി പരേഖും പങ്കിട്ടു. മികച്ച നടനുള്ള പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരുണ്ട് എന്ന് കേട്ടിരുന്നെങ്കിലും നൻപകൽ നേരത്ത് മയക്കമെന്ന ചിത്രം മമ്മൂട്ടി കമ്പനി അവാർഡിനായി അയച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന വിവരവും വരികയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ അപർണ കാർത്തിക ചേരുന്നു നമുക്കൊപ്പം. അപർണ കാർത്തിക, ദേശീയ പുരസ്കാരത്തിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലുള്ള മത്സരമെന്നായിരുന്നല്ലോ കേട്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നു ചിത്രമേ അയച്ചിരുന്നില്ല പുരസ്കാരത്തിനെന്ന്. അപ്പോൾ ആ വിവാദവും അപ്രസക്തമാവുകയാണ്. ഋഷഭ് ഷെട്ടിക്കൊപ്പം മലയാളത്തിൽ നിന്ന് മത്സര രംഗത്തുണ്ടായിരുന്നത് കുഞ്ചാക്കോ ബോബനാണ് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരികയാണോ അപർണ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം സുജയ മനസ്സിലാക്കാൻ. അതായത് അവസാന ഘട്ടത്തിലുണ്ടായിരുന്ന പേരുകൾ ഋഷഭ് ഷെട്ടിയുടേതും കുഞ്ചാക്കോ ബോബന്റേതും മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല മികച്ച നടനുള്ള അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് നൻപകൽ നേരത്തെ മയക്കത്തിന് ഒറ്റ അവാർഡും ലഭിക്കാതിരുന്നത് എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ കൂടി ഉത്തരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും മമ്മൂട്ടി കമ്പനിയാണ് ആ ചിത്രം നിർമ്മിച്ചത്. മമ്മൂട്ടി കമ്പനി അങ്ങനെ ഒരു ചിത്രം ഇത്തവണത്തെ ദേശീയ അവാർഡിന് അയച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ ഏതെങ്കിലും തരത്തിൽ തഴഞ്ഞു എന്നുള്ള തരത്തിൽ വാർത്തകൾ, അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് ഋഷഭ് ഷെട്ടിക്ക് എതിരാളിയായി മത്സരരംഗത്ത് അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നത് എന്നുള്ള വാർത്തയാണ് അപ്രസക്തമാകുന്നത്. ഋഷഭ് ഷെട്ടിക്കൊപ്പം അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ എന്നാ താൻ കേസുകൂടെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കുഞ്ചാക്കോ ബോബനാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയം അതിൽ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിനെല്ലാം അപ്രസക്തമാക്കുന്നത് ആട്ടം എന്ന ചിത്രത്തിൻ്റെ നേട്ടം തന്നെയാണ്. ഒരു നാടക കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ച, അല്ലെങ്കിൽ അതിനകത്ത് ഒരു സ്ത്രീ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതിലൂടെ നേരിടേണ്ടി വന്ന അവരുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു കഥ, അത് ആട്ടം എന്ന ചിത്രത്തിനെ ശ്രദ്ധേയമായ ചിത്രമായി മലയാളത്തിൽ വലിയ തോതിൽ ചർച്ചയായിട്ടില്ലെങ്കിൽ പോലും അത് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണത്തെ അവാർഡ് പട്ടികയിൽ എത്തിയിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് വൈസ് അത് ഏറ്റവും മികച്ച ചിത്രങ്ങൾ, അതായത് പറഞ്ഞു പഴകിയ ശൈലിയിലുള്ള ചിത്രങ്ങളെക്കാൾ ഉപരി വ്യത്യസ്തമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിനിമകൾക്കാണ് പ്രാധാന്യമുള്ളതെന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം. അത് കാന്താരയാണെങ്കിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ആട്ടമാണെങ്കിലും ഇപ്പോൾ മലയാളത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്ന സിനിമ, മലയാളത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് സൗദി വെള്ളയ്ക്ക എന്ന ചിത്രത്തിനാണ്. സന്ദീപ് സേനൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചിത്രമാണത്. നേരത്തെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ചെയ്തിരിക്കുന്ന അതേ ടീമിൻ്റെ ചിത്രമാണ്. തരുൺ മൂർത്തി ഓപ്പറേഷൻ ജാവ എന്ന ചിത്രം ചെയ്തതിന് ശേഷം തരുൺ മൂർത്തി രണ്ടാമത് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് സൗദി വെള്ളയ്ക്ക. അതിനും ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം സാധാരണക്കാരുടെ ഈ പറയുന്ന ആട്ടത്തിലായാലും സൗദി വെള്ളയ്ക്കയിലായാലും ഒന്നും തന്നെ സ്റ്റാർഡം എന്ന് പറയുന്ന സാധനമില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. സുഹൃത്തുക്കൾ ചേർന്നൊരുക്കുന്ന ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് ആ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുക കൂടിയാണ് മലയാള സിനിമ എന്നുള്ളതാണ് ഈ ദേശീയ പുരസ്കാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സിനിമയുടെ തലമുറ മാറ്റം എന്ന് പറയുന്നത് അവാർഡ് വേദിയിലും അത് പ്രതിഫലിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏത് തരത്തിൽ നോക്കിയാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ പട്ടികകളെല്ലാം നോക്കുമ്പോൾ കണ്ടന്റ് വൈസ് എന്തെങ്കിലും പുതിയതായിട്ട് പറയാനുള്ള സിനിമകൾക്കാണ് പ്രാധാന്യം. അപർണ കാർത്തിക, ആട്ടത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. പൂർണ്ണമായും തിരക്കഥ ഹീറോ ആയിട്ടുള്ള ഒരു സിനിമ 3 പുരസ്കാരങ്ങളുമായി ദേശീയ ചലച്ചിത്ര അവാർഡ് വേദിയിൽ തിളങ്ങി നിൽക്കുന്നു എന്നുള്ളത് വിനയ് ഫോർട്ടിനും ഒപ്പം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. മികച്ച എഡിറ്റിംഗ് അടക്കം പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്നത് നമ്മുടെ ഒരു കൊച്ചു സിനിമയാണ്, നമ്മുടെ കേരളത്തിൽ പിറന്ന ഒരു സിനിമയാണ്. അതായത് ആസ്വാദകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഉൾക്കാമ്പുള്ള ഉള്ളടക്കമുണ്ടെങ്കിൽ അത് അനുവാചകരെ അത്രത്തോളം ആകർഷിക്കുമെന്നതിൻ്റെ ഒരു തെളിവായി മാറുകയാണ് ഇത്തവണത്തെ പുരസ്കാരത്തിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് അപർണ കാർത്തിക.